ഉത്തർപ്രദേശിലെ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണമായി ലഭിക്കുന്നത് ഉപ്പും ചോറും അല്ലെങ്കിൽ ഉപ്പും ചപ്പാത്തിയുമാണ്. മിർസാപൂർ ജില്ലയിൽ നിന്നുള്ള ഒരു സർക്കാർ സ്കൂളിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വിദ്യാർത്ഥികൾ സ്കൂൾ വരാന്തയിൽ നിലത്ത് നിരന്നിരുന്ന് ഉപ്പും കൂട്ടി ചപ്പാത്തി കഴിക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. മോദി സർക്കാർ പ്രഖ്യാപിച്ചതനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ടത് ചോറും ചപ്പാത്തിയും പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും പാലും പഴങ്ങളുമാണ്. എന്നാൽ 1 മുതൽ 8 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഉപ്പും ചോറും അല്ലെങ്കിൽ ഉപ്പും ചപ്പാത്തിയുമാണ്. ദരിദ്ര കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് സർക്കാർ സ്കൂളിലേറെയും. അവർ നേരിടുന്ന പോഷകാഹാരക്കുറവിന് പരിഹാരം കണ്ടെത്താൻ കൊട്ടിഘോഷിച്ചാണ് കേന്ദ്ര സർക്കാർ പദ്ധതി യോഗി സർക്കാർ UPയിൽ അവതരിപ്പിച്ചത്. എന്നാൽ ചിലപ്പോൾ ഉപ്പും ചപ്പാത്തിയും മറ്റു ചിലപ്പോൾ ഉപ്പും ചോറുമാണ് സ്കൂളിൽ വിതരണം ചെയ്യുന്നതെന്ന് ഒരു രക്ഷിതാവ് സാക്ഷ്യപ്പെടുത്തി. അപൂർവമായാണ് കുട്ടികൾക്ക് പാല് കിട്ടുന്നത്. പലപ്പോഴും സ്കൂളിലെത്തിയാലും പാൽ കുട്ടികൾക്ക് ലഭിക്കാറില്ല. പഴവും ഇതുവരെ ലഭ്യമായിട്ടില്ല. 1 വർഷത്തിലേറെയായി ഇങ്ങനെയാണ് എന്നും രക്ഷിതാവ് പറയുന്നു. എന്നാൽ സ്കൂളിന്റെ ചുമതല വഹിക്കുന്ന അധ്യാപകന്റെ പിഴവാണിതെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ വാദം. സംഭവത്തിൽ പ്രസ്തുത അധ്യാപകനെയും ഗ്രാമപഞ്ചായത്ത് സൂപ്പർവൈസറെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നും വിശദീകരിച്ച് കൈയൊഴിയുകയാണ് അധികൃതർ. സംസ്ഥാനത്താകെ 1.5 ലക്ഷത്തോളം സ്കൂളുകളിൽ ഉച്ചഭക്ഷണ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് എന്നും 1 കോടിയിലേറെ വിദ്യാർത്ഥികൾക്ക് ഇതിന്റെ ഗുണഫലം ലഭിക്കുന്നുണ്ടെന്നാണ് സർക്കാരിന്റെ വാദം. പദ്ധതി പ്രകാരം പ്രതിദിനം ഒരു കുട്ടിക്ക് കുറഞ്ഞത് 450 കലോറി ലഭ്യമാക്കാവുന്നതാണ് ഭക്ഷണമാണ് നൽകേണ്ടത്. പ്രതിദിനം പ്രോട്ടീൻ ഓരോ വിദ്യാർത്ഥിയിലും എത്തണം. ഇത്തരത്തിൽ 1 വർഷം 200 ദിവസം കുട്ടികൾക്ക് ഭക്ഷണം ഉറപ്പുവരുത്തണമെന്നാണ് പദ്ധതി. എന്നാൽ നടത്തിപ്പിലെ ഗുരുതര വീഴ്ചകളാണ് ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ. ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ്, അനങ്കൂർ, കാസർഗോഡ്.